സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. റമാൽ ചുഴലിക്കാറ്റ് ഞായറാഴ്ച ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്തെത്തും. കേരളത്തിൽ മഴ തുടരുമെങ്കിലും മഴയുടെ തീവ്രത കുറവായിരിക്കും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, ഈ വേനൽ മഴയെ തുടർന്ന് കാലവർഷം ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇടവപ്പാതി എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത്തവണ നേരത്തെ മഴ തുടങ്ങിയിരിക്കുന്നു, അതും അമിതമായ അളവിൽ തന്നെ മഴ പെയ്തു വീഴുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? സ്മിത, കാലവർഷം ഇനിയും കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടവപ്പാതി വരാനിരിക്കുന്നതേ ഉള്ളൂ. പതിവിലും കൂടുതൽ മഴ, അതായത് സാധാരണയിൽ അധികം മഴ ഇത്തവണ മൺസൂണിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കമുള്ള മറ്റ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികളടക്കം പ്രവചിക്കുന്നത്. എന്താണെങ്കിലും ആ ഘട്ടത്തിൽ അത് കാണേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്നത് വേനൽമഴയാണ്. വേനൽമഴയിൽ നിന്ന് കാലവർഷത്തിലേക്കുള്ള ട്രാൻസിഷനാണ് നിലവിൽ സംഭവിക്കുന്നത്. എന്താണെങ്കിലും ആ വേനൽമഴ അതിശക്തമായി കേരളത്തിൽ ലഭിക്കുകയാണ് ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ്. ഈ വേനൽക്കാലം ആരംഭിച്ചതിന് ശേഷം വേനൽമഴ സാധാരണയോ അല്ലെങ്കിൽ സാധാരണയിൽ കൂടുതലോ ദിവസം ലഭിച്ചത് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ആണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകളിൽ, അതായത് മഴക്കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2 ദിവസം കൂടി ഇത്തരത്തിൽ ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒപ്പം മലയോര മേഖലകളിലും അതിശക്തമായ മഴ ഇന്ന് തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 8 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടുക്കി, പത്തനംതിട്ട പോലുള്ള മലയോര ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയായി കൂടുതൽ മഴ ലഭിക്കുന്ന മേഖലകളാണ്. കർശനമായ ജാഗ്രത ആ മേഖലയിൽ തുടരണം എന്നുള്ളതാണ്. മലയോര മേഖലയിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമുണ്ട്. അത് മാത്രമല്ല, മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് പൊതുജനങ്ങൾ. 6 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായി യെല്ലോ അലേർട്ട് കൂടി നൽകിയിട്ടുണ്ട്. നാളെ 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം, അതായത് നാളത്തോടു കൂടി സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്ന മഴയുടെ തീവ്രത കുറയും, ശക്തി കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം മുതൽ മഴയുടെ ശക്തി കുറഞ്ഞ് സാധാരണ ഇടത്തരം മഴയൊക്കെ ആയിരിക്കും സംസ്ഥാനത്തെ പലയിടങ്ങളിലും ലഭിക്കാൻ സാധ്യത. മെയ് 31 ആയിരിക്കും കാലവർഷം കേരളത്തിലേക്ക് എത്തിച്ചേരുന്നതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീനം കേരളത്തിലേക്കുണ്ട്. ഈ മഴ കനക്കാൻ കാരണം പോലും അതാണ്. ഈ അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ ശക്തമായ കാറ്റിന് കടലിൽ സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അത് കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടാണ്. ആ ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ടാണ്. അത് ചുഴലിക്കാറ്റായി മാറിയിട്ടില്ല, ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അത് നാളെയോടെ ചുഴലിക്കാറ്റായി മാറും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഒമാൻ നിർദ്ദേശിച്ച റമാൽ എന്ന പേരിലായിരിക്കും ചുഴലിക്കാറ്റ് അറിയപ്പെടുക. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്ത് സാഗർ ദ്വീപിന് സമീപം ഇത് തീവ്ര ചുഴലിക്കാറ്റായി കരയിൽ പ്രവേശിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചേർന്നത്. 2 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്.